ഹലോ ഫ്രണ്ട്സ്, യു കെയിലെ PR ഇനിയിപ്പോൾ നിങ്ങൾക്ക് 10 വർഷത്തിന് ശേഷമാണ് കിട്ടാൻ പോകുന്നതെന്നുള്ള വലിയൊരു വാർത്തയാണ് ഇപ്പോഴും യു കെയിൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ കൊടുത്ത ആ ഒരു വൈറ്റ് പേപ്പറിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ ഏകദേശം 1.5 മില്യൺ 15 ലക്ഷത്തോളം ആൾക്കാർക്ക് ഇനി എപ്പോഴും PR കിട്ടണമെന്നുണ്ടെങ്കിൽ 10 വർഷം കാത്തു നിൽക്കണമെന്നുള്ള ആ ഒരു വാർത്ത നമ്മളെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. പലരുടെയും മനസ്സിൽ ഇപ്പോഴും വലിയ കൺഫ്യൂഷനാണ്. പലയിടത്തു നിന്ന് വരുന്ന വാർത്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 10 വർഷം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നവർക്കും ഇനിയിപ്പോൾ വരുന്നവർക്കും എല്ലാവർക്കും തന്നെ PR കിട്ടുകയുള്ളതാണ്. പക്ഷെങ്കിൽ യു കെയിലുള്ള ചില സോളിസിറ്റർമാരും നല്ല രീതിയിൽ അറിവുള്ളതും പഴയ കാര്യങ്ങളുമൊക്കെ അറിയാവുന്നവർ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല വലിയ രീതിയിൽ ഇപ്പോഴേ കൺസൾട്ടേഷൻ സൈനിങ് പരിപാടികളൊക്കെ നടന്നു പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസവും ആ ഒരു ലിങ്ക് നമ്മളുടെ വീഡിയോയിൽ തന്നിരുന്നു. നിങ്ങളെല്ലാവരും സൈനിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതിനകത്തിൽ ഒരാളെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു 8 പൗണ്ട് വെച്ച് കൊടുക്കണമെന്ന്. അതിൽ 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ പൈസ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്താൽ മാത്രം മതിയാവും. നമ്മൾ ഈ ഒരു വാർത്ത പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ്, ഇവിടെ 2009 HSMP വിസ ഹൈലി സ്കിൽഡ് മൈഗ്രൻ്റ് പ്രോഗ്രാം എന്നറിയപ്പെടുന്ന അന്ന് ഒരു വിസയുണ്ടായിരുന്നു. അത് 2002 ജനുവരിയിൽ അന്നത്തെ ലേബർ ഗവൺമെൻറ് ആയിരുന്നു അന്ന് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ലേബർ ഗവൺമെൻറ് യു കെയിലെ എനിക്ക് തോന്നുന്നു ഞാൻ അറിഞ്ഞിടത്തോളം ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ടോണി ബ്ലെയർ ആയിരുന്നു. ടോണി ബ്ലെയർ ആണ് 1997 മുതൽ 2007 വരെ ഇവിടെ ബ്രിട്ടൻ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്താണ് നമ്മളെ ഒരു രണ്ടാമത്തെ കുടിയേറ്റം, ഇതിപ്പോൾ നടക്കുന്ന മൂന്നാമത്തെ കുടിയേറ്റമായിരുന്നു ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ 2, 3, 5 വർഷമായിട്ട് നടന്നത്. രണ്ടാമത്തെ കുടിയേറ്റത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാളം ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ യു കെയിൽ എത്തിയത് ആ ഒരു സമയത്തായിരുന്നു. 2002 ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ കുറവായിരുന്നു. അതുപോലെ തന്നെ ജനസംഖ്യയും വലിയ കുറവുണ്ടായിരുന്നു. ഈ ഒരു കഥ തുടങ്ങുന്നത് 2002 ജനുവരിയിലാണ്. അന്നത്തെ ഇവിടുത്തെ സ്കിൽഡ് ഷോർട്ടേജും അതുപോലെ തന്നെ ജനസംഖ്യയുടെ കുറവും കൊണ്ട് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയർ HSMP എന്ന് പറയുന്ന ഒരു പുതിയ വിസ തുടങ്ങുകയും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ യു കെയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ചില നടപടികൾ അദ്ദേഹം എടുക്കുകയും ചെയ്തു. ആദ്യം 1 വർഷത്തെ വിസയായിരുന്നു ഈ ഒരു HSMP വിസയ്ക്ക് കൊടുത്തിരുന്നത്. അതിനുശേഷം യു കെയിലേക്ക് വന്ന് നിങ്ങൾക്ക് സ്ഥിരതാമസമായിട്ട് ഇവിടെ യു കെയിൽ നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങളുടെ ഫസ്റ്റ് ഹോമാക്കി യു കെ നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു 3 വർഷത്തെ വിസ കൂടി ഞങ്ങൾ തരും. അതിനുശേഷം 4ാം വർഷം നിങ്ങൾക്ക് PR-ന് വേണ്ടി പെർമനൻ്റ് റെസിഡൻസിക്ക് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് PR കിട്ടി നിങ്ങൾക്ക് ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാമെന്നുള്ള ഒരു ഓഫറായിരുന്നു ഈ ഒരു HSMP വിസ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ടോണി ബ്ലെയർ കൊടുത്തത്. എന്നാൽ ഇപ്പോൾ നടന്നപോലെ തന്നെ ധാരാളം ആൾക്കാർ യു കെയിലേക്ക് എത്തിച്ചതോടെ സർക്കാർ ചുവട് മാറ്റി 4 വർഷത്തെ PR സെറ്റിൽമെൻറ്റുള്ള കാലാവധി അവർ 5 വർഷമാക്കി. 2006 നവംബർ ആദ്യ വർഷത്തിന് ശേഷം തുടരുന്നതിനുള്ള മാനദണ്ഡം അവർ കർശനമാക്കി. ഉയർന്ന ശമ്പളമുള്ള യുവാക്കൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പോയിന്റ് ബേസ് സിസ്റ്റം കൊണ്ടുവന്നു. സെറ്റിൽമെൻറ്റ് യോഗ്യത നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന പലരോടും അവർ യു കെയിലെ ആവശ്യത്തിന് താമസിച്ചിട്ടില്ലെന്നും മാത്രമല്ല പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം യോഗ്യത നേടിയിട്ടില്ലെന്നും ഉടൻ തന്നെ യു കെ വിട്ടു പോകേണ്ടി വരുമെന്നും പറഞ്ഞു. ഇതേപോലെ തന്നെ യു കെയിൽ അന്ന് എത്തിയ ആൾക്കാർ ഞങ്ങൾക്ക് 1 വർഷത്തെ വിസ കിട്ടി, 3 വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് 4 വർഷം കഴിയുമ്പോൾ നമുക്ക് PR കിട്ടും നമ്മുടെ കാത്തിരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്ന് ഒരു പോയിന്റ് ബേസ് സിസ്റ്റം കൊണ്ടുവന്ന് മാത്രമല്ല 4 വർഷം എന്നുള്ളത് 5 വർഷമാക്കിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ HSMPയിൽ വന്ന ആൾക്കാർ എല്ലാവരും കൂടി ഒരു ഫോറം രൂപീകരിച്ചു. ഈ HSMP ഫോറം രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് 4 വർഷത്തേക്ക് വിസ കിട്ടി, 4ാം വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്ക് PR തരുമെന്നായിരുന്നു ഗവൺമെൻറ് നമ്മളോട് പറഞ്ഞിരുന്നത്. ആ ഒരു നിയമം മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വാദിച്ചു. നമ്മൾ ഇപ്പോഴൊക്കെ വന്ന ആൾക്കാരെ പോലൊക്കെ തന്നെ ഇവിടെ കെയർ വിസയിലും അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിലും വന്ന ആൾക്കാരെ പോലൊക്കെ തന്നെ അവരൊക്കെ അന്ന് പൈസ മുടക്കിയിട്ടൊക്കെ ആയിരുന്നു യു കെയിലേക്ക് വന്നത്. അവരുടെ ഇതുപോലെ വീടുകളും അല്ലെങ്കിൽ സ്വർണ്ണമോ അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടിയൊക്കെ വിറ്റിട്ടാണ് ആൾക്കാർ യു കെയിലേക്ക് അന്ന് എത്തിച്ചേർന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു നിയമം മാറ്റിക്കഴിഞ്ഞപ്പോൾ ഈ HSMP ഫോറം എന്ന് പറയുന്നത് കോടതിയിലേക്ക് പോയി. 2008 ജനുവരിയിൽ ഒരു ഹൈക്കോടതി ജഡ്ജ് ഹോം ഓഫീസിൻ്റെ വാദങ്ങൾ നിരസിച്ചു.
യഥാർത്ഥ പദ്ധതിയുടെ നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. യഥാർത്ഥ പദ്ധതിയുടെ കീഴിൽ വന്നവർക്ക് പുതിയ നിയമങ്ങൾ പ്രയോഗിക്കാൻ ഹോം ഓഫീസിനെ അനുവദിക്കുന്നത് അനീതിക്കും അധികാര ദുർവിനിയോഗത്തിനും കാരണമാകുമെന്ന് ജഡ്ജി പറഞ്ഞു. ഈ ഒരു ഹൈക്കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ ഹോം ഓഫീസ് യു-ടേൺ തിരിഞ്ഞു. യു-ടേൺ തിരിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത് അവർ എടുത്തു കളഞ്ഞു. പക്ഷെങ്കിൽ UK ഗവൺമെൻറ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു PR കിട്ടുന്നത് 4 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി മാറ്റിയത് അവർ പറയുന്നത് കോടതി വിധിയിൽ അങ്ങനെ ഒരു വിധി വന്നിട്ടില്ല, അതുകൊണ്ട് PR കിട്ടുന്നത് 5 വർഷം തന്നെ നിലനിൽക്കുമെന്നാണ്. എന്നാൽ HSMB ഫോറം അതിനെതിരെ വീണ്ടും കോടതിയിലേക്ക് പോയി. കാരണം അവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു PR 4 വർഷം കഴിയുമ്പോൾ കിട്ടുക എന്നുള്ളതാണ്. നമ്മളിപ്പോഴും വാദിക്കുന്ന അതാണ്. നമ്മൾ 5 വർഷം കഴിയുമ്പോൾ PR കിട്ടുമെന്ന് വെച്ചാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ UK വന്ന് ഇവിടെ UK വന്നു കഴിഞ്ഞപ്പോൾ ഈ 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കി മാറ്റുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ളവരും കോടതിയിലേക്ക് പോകാതിരിക്കുമോ? കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി അന്നത്തെ ആ നിയമം തന്നെ ആയിരിക്കും കോടതി ഇപ്പോഴും പറയാനായിട്ട് പോകുന്നത്. കാരണം ഗവൺമെൻറ് അന്ന് പറഞ്ഞത് നിങ്ങളുടെ ഈ ഒരു പോയിന്റ് ബേസ് സിസ്റ്റം ഞങ്ങൾ എടുത്ത് കളയും, പക്ഷേ കോടതി ഈ ഒരു 4 വർഷത്തുള്ള 5 വർഷമാക്കുന്നതിനോട് കോടതി അത് നിരസിച്ചിട്ടില്ല, ഇത് ഞങ്ങൾ നടപ്പാക്കുമെന്നാണ് പറഞ്ഞത്. അതിനെതിരെ HSMB ഫോറം വീണ്ടും അവർ കോടതിയിലേക്ക് പോയി. തുടർന്ന് കോടതിയിൽ നടന്നതാണ് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്. വാദങ്ങൾക്ക് എല്ലാം ശേഷം 2009 ഏപ്രിൽ 6 അന്നത്തെ ജഡ്ജായിരുന്ന മിസസ് ജസ്റ്റിസ് കോക്സ് പ്രഖ്യാപിച്ച വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HSMB വിസയിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് 4 വർഷം കഴിയുമ്പോൾ PR നൽകണം എന്നാണ്. അതായത് അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ വാദങ്ങൾ എല്ലാം തന്നെ നിരാകരിച്ച് നിങ്ങൾ എന്ത് നിയമമാണോ ഇവർ വരുന്ന സമയത്ത് നടപ്പിലാക്കിയത് ആ നിയമം ഇവർക്ക് ബാധകമാണ്, നിങ്ങൾ 4 വർഷം കഴിയുമ്പോൾ നിങ്ങൾ അവർക്ക് PR നൽകണമെന്നുള്ള കഠിനമായിട്ടുള്ള ഒരു വിധിയാണ് അന്ന് പ്രഖ്യാപിച്ചത്. അതായത് ഇത്രയും ശക്തനായ ഒരു ഭരണാധികാരി അന്ന് ഉണ്ടായിരുന്നു. 2009 ആയപ്പോഴേക്കും ടോണി ബ്ലെയർ പോയി, നമ്മുടെ ബ്രൗൺ അന്ന് ഭരണത്തിൽ വന്നു. പക്ഷെങ്കിൽ 2007 വരെ UK ഭരിച്ചിരുന്ന ഇത്രയും ശക്തനായിട്ടുള്ള ഒരു നേതാവായിരുന്ന നമ്മളുടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്ന ടോണി ബ്ലെയർ ആയിരുന്നു. എന്നിരുന്നാലും ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ വാദങ്ങൾ കോടതിയിൽ അംഗീകരിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല HSMB വിസയിൽ വന്ന ആൾക്കാർക്ക് 4 വർഷം കഴിയുമ്പോൾ PR നൽകണമെന്നുള്ള വിധി ഈ ഒരു ജഡ്ജ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോഴും നമ്മൾ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു 5 വർഷത്തെ PR എന്ന് പറയുന്നത് 10 വർഷമാക്കാനായിട്ട് ഗവൺമെൻറ്റിന് തോന്നുന്ന സമയത്ത് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല എന്നും കോടതി ഇതിനെതിരെ വിധി പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോഴ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മളും ഈ പറയുന്ന നമ്മളും ഇത്രയും വർഷങ്ങളായിട്ട് കണ്ടിട്ടുള്ളത് ഇവിടെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്തുള്ളവരെ അത് ബാധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പല വീഡിയോകളിലും പറയുന്നത് നിങ്ങളാരും പേടിക്കേണ്ടുന്ന കാര്യമില്ല. കാരണം ഇതൊന്നും ഒരു നിയമമാകാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം. കാരണം നെറ്റ് ഇമിഗ്രേഷൻ കൂടിക്കിടക്കുകയാണ്. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എന്തിനാണ് ഇത്രയും ആൾക്കാരെ ഈ ഒരു 3-4 വർഷമായിട്ട് UK അവർ കൊണ്ടുവന്നത്? കാരണം അവർക്ക് കെയർ വർക്കർമാരെ വേണമായിരുന്നു, അവർക്ക് യൂണിവേഴ്സിറ്റികൾ നിറയ്ക്കാനായിട്ട് സ്റ്റുഡൻസിനെ വേണമായിരുന്നു, അവർക്ക് ഇവിടുത്തെ NHS ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനായിട്ട് നേഴ്സസിനെ വേണമായിരുന്നു, ഡോക്ടർമാരെ വേണമായിരുന്നു, IT ഫീൽഡിലേക്ക് നോക്കുമ്പോൾ അവിടെ IT എഞ്ചിനീയേഴ്സിനെ വേണമായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ അവർക്ക് ആളിനെ വേണമായിരുന്നു. അപ്പോൾ അവർ ആ ആവശ്യം സാധിക്കാനായിട്ട് ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് പെട്ടെന്ന് ഒരു നിയമം കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് 5 വർഷം കഴിയുമ്പോൾ PR കിട്ടുന്ന ഒരു നിയമത്തിലാണ് നിങ്ങളിവിടെ വന്നതെങ്കിൽ ഞങ്ങളത് മാറ്റി 10 വർഷമാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആക്കാനായിട്ട് കോടതി സമ്മതിക്കുമെന്ന് നമുക്ക് ആർക്കും വിചാരിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രമുഖ സോളിസിറ്റേഴ്സൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും മുന്നോട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും സന്തോഷമായിട്ട് നിങ്ങളുടെ ജോലിയിലൊക്കെ നിങ്ങൾ മുന്നോട്ട് പോവുക. ബാക്കി എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. നമ്മൾ മറ്റൊരു വീഡിയോ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.